അപ്പോൾ ഈ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ്. ഇപ്പോൾ ഞാനൊരു മീഡിയം സൈസ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് പഴുത്ത പൈനാപ്പിളാണ്. പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. ഒരു 3 ഗ്രാമ്പു, ഐസ് ക്യൂബ്സ്, പിന്നെ തണുത്ത വെള്ളം. ആദ്യം തന്നെ നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഞാൻ ഈ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് പൈനാപ്പിൾ നല്ല മധുരമുള്ളതാണ്, അതുകൊണ്ട് ഒരുപാടൊന്നും ഇടുന്നില്ല. 2 സ്പൂൺ മാത്രം ഞാൻ പഞ്ചസാര ഇടുന്നു. ഇതിലേക്ക് നമുക്ക് 3 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്നാലും ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. പാകത്തിന് മധുരം മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെ ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അത്. അതുപോലെ തന്നെ മധുരം എല്ലാം കറക്റ്റാണ്. എല്ലാം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ ബൈ ടു ഓൾ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.